സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭ, കോർപ്പറേഷൻ എന്നിവയിൽ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപങ്കാളിത്തത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തും. നിയമസഭാ സാമാജികർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾക്ക് പുറമെ വിശിഷ്ട വ്യക്തികൾ, സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർ എന്നിവർ പങ്കെടുക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭൂമി വിട്ടു നൽകിയവർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വികസന സദസ്സിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കെ-സ്മാർട്ടിന്റെ സേവനം ലഭ്യമാക്കുന്ന കെ-സ്മാർട്ട് ക്ലിനിക്കുകൾ സജ്ജമാക്കും. കൂടാതെ സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ ചിത്ര പ്രദർശനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങളും ഇനി നടപ്പാക്കേണ്ട പദ്ധതികളും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നതിനായി ഓപ്പൺ ഫോറം, സംഗ്രഹ ചർച്ച എന്നിവയുണ്ടാകും. ചർച്ചയിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിൽ പരിഗണിക്കും. വികസന സദസ്സിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ കോ ചെയർപേഴ്സണും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കൺവീനറുമായി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർ അടങ്ങുന്ന സമിതി പ്രവർത്തിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. നാട്ടിലെങ്ങും വികസനം, നാടാകെ വികസന സദസ്സ്.